വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫേസ് പാക്ക് പറയാനാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക്. ഇപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ ഫേസ് നല്ല ഓയിലിയാണ്, കാരണം ഞാൻ മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഓയിൽ വെച്ചിട്ട് മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ എൻ്റെ ഫേസ് നല്ല ഓയിലിയാണ് ആൻഡ് ക്ലീനാണ്, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഫുൾ ക്ലീനാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ള, കസ്തൂരി മഞ്ഞളാണ് എൻ്റെ മെയിൻ ഹീറോ. കസ്തൂരി മഞ്ഞൾ നമുക്കറിയാം, അത് മുഖത്ത് തേക്കുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും, വൈറ്റ് ആവും. അങ്ങനത്തെ കുറേ സ്പെഷ്യാലിറ്റീസ് കസ്തൂരി മഞ്ഞളിനുണ്ട്. അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പാല്, നല്ല പാല്. ഇതിൻ്റെ അകത്ത് അതും ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ആൻഡ് ലെമൺ ജ്യൂസ്, കുറച്ച് നാരങ്ങ നീര്. ഇത്രയാണ്, ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് പാല് നമുക്കറിയാം, പാല് വെച്ച് മുഖം കഴുകുന്നവരൊക്കെ ഉണ്ട്. പാലെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്, സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നൊരു സംഭവമാണ് പാല്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ്. ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സ്പൂൺ പാല്, ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ പാലും നാരങ്ങ നീരും ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം, ഒരു പേസ്റ്റിന്റെ രീതിയിലാക്കാം. കസ്തൂരി മഞ്ഞൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ ചില സ്കിന്നുകാർക്ക് അത് ചിലപ്പോൾ നമ്മൾ സാധാ വെള്ളം വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ നമുക്ക് തോന്നും. അപ്പോൾ ഈ പാല് വെച്ചിട്ട് പാല് മിക്സ് ചെയ്തു പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോക്കനട്ട് മിൽക്കോ പാലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തു പറഞ്ഞാൽ ആ ബേണിംഗ് സെൻസേഷൻ തോന്നില്ല. കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സ്കിന്നിന് നല്ല ഡിഫറൻസ് വരും. പണ്ടുള്ളവരൊക്കെ ദിവസവും മഞ്ഞൾ തേച്ച് കുളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കുറച്ച് കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പോകും. അതുകൊണ്ട് ഈ ബോയ്സ് മിക്കവരും മഞ്ഞൾ അങ്ങനെ യൂസ് ചെയ്യില്ല ചേട്ടാ, കാരണം ഹെയർ വളരില്ല, പിന്നെ ഹെയർ വരില്ല. അപ്പോൾ മഞ്ഞൾ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളവർ ഡെയിലി യൂസ് ചെയ്താൽ പിന്നെ ഫേഷ്യൽ ഹെയർസ് വരില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ്. ഇനി നന്നായിട്ട് ഇത് ഒന്ന് ഉണങ്ങട്ടെ. എന്നിട്ടത് നമുക്ക് മെല്ലെ വാഷ് ചെയ്ത് കളയാം. മാക്സിമം എൻ്റെ പിരുകത്തും ഒന്നും ആകാണ്ടാണ് തേച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഫേഷ്യൽ ഹെയർസ് പോകാതിരിക്കുന്നതിന് വലിയ ഇതില്ല, എനിക്കിഷ്ടമാണത്. നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ തൈരിൻ്റെ ഒപ്പം ആണെങ്കിലും, ഹണിയുടെ ഒപ്പം, പിന്നെ സാൻഡൽവുഡ്, സാഫ്രോൺ, ഇത് ഡ്രൈ ആവും തോറും എനിക്ക് ഇവിടെ ചുളിവ് വരും. സോ കൂടുതലും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സാൻഡൽവുഡിൻ്റെ ഒപ്പം സാഫ്രോണിൻ്റെ ഒപ്പം ഒക്കെ യൂസ് ചെയ്താൽ അത് നല്ലതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. ഈ മഞ്ഞൾ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്താലും നല്ലതാണ്, പക്ഷെ അപ്പോൾ നമ്മുടെ സ്കിന്നൊരു ബേൺ ചെയ്യുന്ന പോലെ തോന്നും ചിലവർക്ക്. അതാണ് ഞാൻ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിൽക്ക് എടുത്തത്.
ഇതാണെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്യാം. ഞങ്ങളുടെ മിക്കി മിന്നി വ്ലോഗ്സിൽ ഹെയർ സ്പാ വീട്ടിൽ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിലിരുന്ന് തന്നെ ഹെയർ സ്പാ ചെയ്യുന്നൊരു മെത്തേഡ് മിക്കി മിന്നി വ്ലോഗ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഞങ്ങൾക്കത് കഴിഞ്ഞില്ല, അന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഞങ്ങളത് ഇന്ന് ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവർ പോയി കാണാം. ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ കാണാത്തവരൊന്ന് പോയി കാണാം. സിമ്പിളായിട്ട് അതും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള ഒരു ഹെയർ സ്പാ ട്രീറ്റ്മെൻ്റ് ആണ്. നല്ല എഫക്റ്റീവാണ്. അതുപോലെ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റിലാണ്. കാരണം വാവ ഉറങ്ങിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മോർണിംഗ് മിക്ക ആൻഡ് മിന്നി വ്ലോഗ്സിലേക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടാവും. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാവ എണീക്കും. അപ്പം ഞാൻ മിക്കപ്പോഴും ബ്ലോക്കായിട്ട് പോകണം. സോ ഇനി എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഞാൻ നൈറ്റ് ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നൈറ്റിന് ചെറിയ ഇതുണ്ടാവും, എന്നാലും റെഗുലറായിട്ട് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ എൻ്റെ അന്നത്തെ ഡ്രൈ സ്കിന്നാണ്. നന്നായിട്ട് വലിയാൻ തുടങ്ങി. സോ ഞാൻ കുറച്ചൊന്ന് തണുത്ത് കഴുകിയിട്ട് വരാം. എന്നിട്ട് കാണാം. അപ്പം ഞാൻ എന്താ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് അവസ്ഥ. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരു ഗ്ലോ. അത് ഞാൻ പറഞ്ഞ് അറിയിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നേരത്തെ ഫസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ഷനിലേക്കാളും വ്യത്യാസമുണ്ട് ഇപ്പം എൻ്റെ ഫേസ്. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് നല്ല നമ്മുടെ സൺ ടാൻ പോകാനാണെങ്കിലും എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു റെമഡിയാണ് ഈ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ കസ്തൂരി മഞ്ഞളിന് ജസ്റ്റ് ഒരു ടിപ്പേ പറഞ്ഞിട്ടുള്ളൂ. ഈ മിൽക്കും ലെമൺ ജ്യൂസും വെച്ചിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞു കുറേ ഉണ്ട്. ടൊമാറ്റോ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. സാൻഡൽ വുഡ് പൗഡർ ആണെങ്കിലും സാഫ്രോൺ ആണെങ്കിലും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിലൊരു പാർട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. നല്ല എഫക്റ്റീവാണ്. അത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പറഞ്ഞാൽ നമുക്ക് നല്ല സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ആവും, സ്കിൻ ടോൺ ചേഞ്ച് ആവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. സോ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ചാനലിലും ഞാനിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. മുടക്കം വന്നിട്ടില്ല. ഇന്നൊരു ദിവസം മുടക്കം വന്നു പറഞ്ഞുള്ളൂ. ഇനി ഞാൻ നൈറ്റ് ആയിരിക്കും ഷൂട്ട് ചെയ്യുക. സോ അതിന് ഇനി പ്രശ്നം വരില്ല, കുഴപ്പമില്ലാണ്ട് പോവും. സോ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മിക്കി ആൻഡ് മിന്നി വ്ലോഗ്സ് എന്നാണ് ചാനൽ നോക്കുക. അതിലും ഇതുപോലത്തെ നല്ല DIYസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഇഷ്ടമാണെങ്കിൽ അതും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ